ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 5 ശ്ലോകം 4. അപ്പോൾ 5-ാമത്തെ ദശകം സൃഷ്ടിയെക്കുറിച്ചാണല്ലോ, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ചാണ് പറയണതല്ലോ. അപ്പം യോഗനിദ്രയിൽ നിന്നും ഉണർന്ന ഭഗവാൻ തന്നിൽ ലയിച്ചിരുന്ന മായാശക്തിയെ നോക്കി, അങ്ങനെ അവിടുത്തെ താല്പര്യം അറിഞ്ഞ മായ തന്നിൽ 3 ഗുണങ്ങളും സന്തുലിതമായിട്ടുണ്ടായിരുന്നതിനെ വിക്ഷോഭം മൂലം ഉണർത്തി എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ കാലം, കർമ്മം, സ്വഭാവം, ആ ശക്തികളൊക്കെ മായയ്ക്ക് സഹായമായിട്ട് നിൽക്കുകയും ചെയ്തു. സൃഷ്ടിക്ക് തയ്യാറായി. തസ്യ സഹായക്രിയാം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഈ ശ്ലോകത്തിൽ മായ മഹത്തത്വത്തിനെ സൃഷ്ടിക്കുകയാണ്. ആദ്യം തന്നെ അതാണ് മഹത്തത്വത്തിൻ്റെ, എന്താണ് മഹത്തത്വം, അതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ പറയാനുള്ളത്. ശ്ലോകം നോക്കാം. 5-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകം. മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോഭിനൈവാപരാ കാലാദിപ്രതിബോധിതാഥ ഭവത സഞ്ജോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാൻ ഉച്യതേ. മായ എങ്ങനെയാണ് ബുദ്ധിതത്വത്തെ അല്ലെങ്കിൽ മഹത്തത്വത്തെ സൃഷ്ടിച്ചത്? ഭഗവാന്റെ സാക്ഷി രൂപത്തിലുള്ള സാന്നിധ്യത്തോടുകൂടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓരോ വാക്കിൻ്റെ ആയിട്ട് നോക്കാം. മായാസന്നിഹിതോ എന്ന് പറഞ്ഞാൽ മായയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഭഗവാൻ. അപ്രവിഷ്ടവപുഷ എന്നാൽ മായയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അപ്രവിഷ്ടമാണ്, പ്രവേശിക്കാതെ. സാക്ഷീതി ഗീതോ ഭവാൻ, എപ്പോഴും പറയൂലോ ഭഗവാൻ സാക്ഷിയാണ്, സാക്ഷി രൂപത്തിലാണ് നിൽക്കുന്നത്. നമ്മളിലും നമ്മളുടെ എല്ലാ പ്രവൃത്തികളെയും സാക്ഷിയായിട്ട് ഭഗവാൻ നോക്കുന്നു. അങ്ങനെ മായാസന്നിഹിതോ, മായയുടെ കൂടെ തന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന മായയെ ഉണർത്തിയിട്ട് അതിൻ്റെ സഹായത്തോടുകൂടി സൃഷ്ടിക്ക് ഒരുങ്ങുന്ന ആ മായയെ അപ്രവിഷ്ടവപുഷ, അതിലെ ആ മായയിൽ ചേരാത്ത, ഉള്ളിലേക്ക് പോകാത്ത ആ ശക്തിയോടുകൂടി സാക്ഷി ഇതി ഗീതോ ഭവാൻ, ഭഗവാൻ സാക്ഷി എന്ന് പേര് കേട്ടവനാണ്, പുകഴ്ത്തപ്പെട്ടിട്ടുള്ളവനാണ്. ഭേദൈസ്താം, അങ്ങനെ പല 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 ഭേദങ്ങൾ ഭഗവാനിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ജീവാത്മാക്കളായിട്ട് അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പ്രതിബിംബിത, അതിലെല്ലാത്തിലും ഭഗവാൻ തന്നെ പ്രതിബിംബമായിട്ട് ഇരിക്കുകയാണ്. വിവിശിവാൻ, പ്രതിബിംബം ആയി ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരു അണു, ഒരു അംശം എല്ലാ ജീവജാലങ്ങളിലും സകല ചരാചരങ്ങളിലും വിവിശിവാൻ പ്രവേശിച്ചിരിക്കുന്നു. ജീവോ അഭി നൈവാപര, അത് ജീവാത്മാവ് തന്നെയാണ്, ഭഗവാന്റെ ശക്തി തന്നെയാണ്. ന ഏവാപര, മറ്റൊന്നും അല്ല. അതാണ് ആ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യത്തെ ഭാഗത്ത് പറയണത്. മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷോ, മായയുടെ അടുത്ത് ഭഗവാൻ സാന്നിധ്യമായി നിൽക്കുന്നു. മായയിലേക്ക് പ്രവേശിക്കാതെ സാക്ഷിയായിട്ട് എല്ലാം നോക്കിക്കണ്ടിരിക്കുകയാണ്. ഭേദൈസ്താം, പല 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 ഭേദങ്ങളോടെ അവിടുത്തെ ആ മായയിൽ ഉള്ള അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ചിട്ടുള്ള സകല സൂക്ഷ്മ ശരീരങ്ങളെയും കൊണ്ടുവന്ന് ഇനി പുതിയൊരു സൃഷ്ടി നടത്തുകയാണ്. പ്രതിബിംബിത, അതിലെല്ലാത്തിലും ഭഗവാൻ പ്രതിബിംബമായിട്ട് ഭഗവാന്റെ അംശം സകലരിലും ഇരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ആ തത്വം നമ്മൾ അറിയാനുള്ളത്. വിവിശിവാൻ, അതിൽ പ്രവേശിച്ചിരിക്കുന്നു. ജീവോ അഭിനൈവാപര, ആ ജീവൻ ഭഗവാൻ തന്നെയാണ്, അതാണ് പ്രവേശിച്ചു എന്ന് പറയുന്നത്. നൈവാപര, മറ്റൊന്നുമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. പിന്നെയോ കാലാദി പ്രതിബോധിത അധ, പിന്നെ അവിടെ സഹായമായിട്ട് നിൽക്കുന്ന കാലം, ആദി കാലം തുടങ്ങിയിട്ടുള്ള കാലം, കർമ്മം, ഗുണങ്ങൾ, അതൊക്കെ സഹായത്തിന് വന്നപ്പോൾ
ആ ബോധം ഉണർത്തപ്പെട്ട ബോധം എന്നറിഞ്ഞു. അതാണ് കാലാദി പ്രതിബോധിത അത. ആ മായയിലെ ബോധം ഉണർന്നു. ഭവതാ സഞ്ജോതിതാച സ്വയം. ഭഗവാന്റെ പ്രചോദനം കൊണ്ട് തന്നെ ആ മായ സ്വയം എന്താ ചെയ്തത്? മായാസാഖലു, മായയാവട്ടെ ബുദ്ധിതത്വത്തെ ആദ്യമായിട്ട് സൃഷ്ടിച്ചു. ബുദ്ധിതത്വം എന്ന ഒരു കാര്യത്തെയാണ് ആദ്യമായിട്ട് സൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടായത്. യോ അസൗ മഹാനുച്യതേ, അതിനെ തന്നെയാണ് മഹത്തത്വം എന്നും വിളിക്കപ്പെടുന്നത്. ആ ബുദ്ധിതത്വവും മഹത്തത്വവും ഒന്ന് തന്നെയാണ്. അതിനെയാണ് ആദ്യമായിട്ട് മായയിൽ നിന്നും ഭഗവാന്റെ സഹായത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോൾ സൂര്യബിംബം കോടി വസ്തുക്കളിൽ പ്രതിബിംബിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ സൂര്യബിംബം സാക്ഷിയാണ്, അതിനെ ഒന്നും ബാധിക്കുന്നില്ല. അതുപോലെ ഭഗവാൻ സാക്ഷിയായി നിൽക്കുന്നു. എത്രയോ ജന്മങ്ങൾ, ജീവാത്മാക്കൾ ഭഗവാനിൽ നിന്നും മായയുടെ സഹായത്തോടു കൂടി അതിൽ സൃഷ്ടിക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ആദ്യമായിട്ട് മഹത്തത്വത്തിനെയാണ് ഈ മായ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രധാനമായിട്ടുള്ളത് ഭഗവാന്റെ അംശം നമ്മളിലൊക്കെ ജീവാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന് സാക്ഷിയായിട്ട് ഭഗവാൻ സകല ദിക്കിലും നിറഞ്ഞ് പരമാത്മാവായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സൃഷ്ടിയുടെ തുടക്കം മായയിൽ കൂടി മഹത്തത്വം ആയി പ്രകാശിച്ചു. ശ്ലോകം ഒന്നും കൂടി നോക്കാം. മായ സന്നിഹിതോ അപ്രവിഷ്ടവപുഷ, പ്രവേശിപ്പിക്കാത്ത മായയിലേക്ക് ചേരാത്ത ശരീരം, രൂപത്തോടു കൂടി ശക്തിയോടുകൂടി. സാക്ഷീതി ഗീതോ ഭവാൻ, സാക്ഷി എന്ന് ഗീതം പാടി പുകഴ്ത്തപ്പെട്ട ആളാണ് ഭഗവാൻ. ഭേദൈസ്താം പ്രതിബിംബതോ വിവശിവാൻ ജീവോപി നൈവാപര, സകലതിലും ജീവാത്മാവായിട്ട് പ്രതിബിംബിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ന ഏവാപര, മറ്റൊന്നുമല്ല. പിന്നെ കാലം തുടങ്ങിയവയാൽ പ്രതിബോധിപ്പിക്കപ്പെട്ട് ഭവതാ സഞ്ജോതിത, അങ്ങയാൽ പ്രചോദിപ്പിക്കപ്പെട്ട് ആ മായ സ്വയം ബുദ്ധിതത്വം അസൃജത്, ബുദ്ധിതത്വത്തെ ഉണ്ടാക്കി. അതിനെ തന്നെയാണ് മഹാൻ ഉച്യതേ, മഹത്തത്വം എന്നും പറയുന്നത്. ശാന്തമായി കിടക്കുന്ന ഒരു മഹാസമുദ്രം, അതിങ്ങനെ ഇളകി ചെറിയ അലകളും തിരമാലകളും ആയി വരുന്നു. ഒടുവിൽ അതിൽ തന്നെ ലയിക്കുന്നു, വീണ്ടും ശാന്തമായി. അങ്ങനെ ഒരു ഉദാഹരണം പോലെ നമുക്കിത് നോക്കാം. ഇനി അടുത്ത ശ്ലോകം കൂടിയും പറയാം. 5-ാമത്തെ ശ്ലോകം. തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാനസ്വയം ജീവോസ്മിൻ ഖലു നിർവികൽപമഹം ഇതി ഉദ്ബോധനിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് ആ മഹത്തത്വത്തിൽ നിന്നും അഹം തത്വവും അഹങ്കാരവും, അങ്ങനെ 2 കാര്യങ്ങൾ ഉണ്ടായി എന്നാണ്. തത്ര അസൗ, ആ മായയുടെ പ്രവർത്തനങ്ങളാൽ ഉണർന്ന ആ മഹത്തത്വത്തിൽ ത്രിഗുണാത്മക സത്വം, രജസ്, തമസ് എന്ന ഈ 3 ഗുണങ്ങളും ചേർന്നതാണ് ആ മഹത്തത്വം. എങ്കിലും മഹാൻ, ആ മഹാൻ എന്ന് പറഞ്ഞ മഹത്തത്വമാണ്. ആ മഹത്തത്വം ഈ 3 ഗുണങ്ങളും ഒരുപോലെ ചേർന്നിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും സത്വപ്രധാന സ്വയം, അതിൽ സത്വഗുണത്തിനെ പ്രധാനമായിട്ട് ജീവേസ്മിൻ ഖലു, സകല ജീവികളിലും പ്രവേശിച്ചു. അപ്പോൾ നിർവികൽപ്പം അഹം, നിർവികൽപ്പമായിട്ട്, വേറെ സംശയങ്ങളും ഞാൻ വേറെ നീ വേറെ എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ നിർവികൽപ്പമായിട്ടുള്ള ഒരു അഹം എന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടായി. ഞാൻ എന്ന് ചെറിയ കുട്ടികളും പറയില്ലേ, ഞാൻ, എനിക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവർക്ക് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഞാൻ എന്നൊരു ശക്തി മാത്രമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ
സൂക്ഷ്മമായിട്ട് കൂടെ ഇരിക്കുന്നു, സുഖമായി ഉറങ്ങി എന്ന് അറിയുന്ന ആ ഞാൻ, ആ അഹംബോധം നിഷ്പാദകമായി, നിർവികൽപ്പമായിട്ടുള്ളത് എന്നാണ് അതിന് പറയുക. നിർവികൽപ്പം, യാതൊരു വ്യത്യാസവും തോന്നാത്തതായ, യാതൊരു സംശയവുമില്ലാത്തതായ ഞാൻ എന്ന ബോധം ഉണർന്നു. ഇതി ഉദ്ബോധ നിഷ്പാദക. അങ്ങനെ ഞാൻ എന്നുള്ള ആ ഒരു ബോധത്തിനെ സ്വയം ഉണ്ടായി വന്നു. ഈ ലോകത്തിൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മഹത്വത്വമുണ്ടായി. മഹത്വത്തിൽ നിന്നും സകലരിലും ഉണ്ടാവേണ്ടതായ അഹം എന്ന ബോധം, അത് നിർവികൽപ്പമായിട്ടുള്ള ആ ബോധം സ്വയമേവ ഉണർന്നു വന്നു. ഇനിയോ ചക്രേ അസ്മിൻ സവികൽപ്പബോധകമഹം, അത് പിന്നീട് സവികൽപ്പാവാണ്. ദ്വന്ദ്വം ചിന്തയൊക്കെ അതിന് വന്ന് വേറെയാവാണ്. തത്വം മഹാൻ ഖല്വസു, ആ മഹത്തത്വത്തിൽ നിന്ന് തന്നെ സമ്പുഷ്ടം ത്രിഗുണൈ തമോ അതിബഹുലം. അപ്പോൾ ആദ്യം പറഞ്ഞത് സത്വം അതിബഹുലമായിട്ടുള്ള അഹം ബോധമുണ്ടായി എന്നാണ്. ഇവിടെ തമോ അതിബഹുലം, തമസ് എന്ന ഗുണം അധികമായിട്ടുള്ള അഹം തത്വം, അഹം. അപ്പോൾ പിന്നെ അവിടെ ദ്വന്ദ്വമായി, അഹങ്കാരം ഒക്കെയായി. അങ്ങനെയുള്ള ആ ഭാവവും പിന്നീട് ഈ മഹത്തത്വത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. വിഷ്ണു ഭവത് പ്രേരണാൽ, ഭഗവാനെ എല്ലാം അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഉണ്ടാകുന്നത്. ഇത്രയാണ് ഈ ശ്ലോകത്തിലുള്ളത്. അപ്പം നമ്മളിലൊക്കെ യഥാർത്ഥമായിട്ടുള്ളത് ഞാൻ എന്ന ആ ബോധമാണ്. പിന്നെ അതിനെ മൂടിയിട്ടാണ് ഈ നിർവികൽപ്പം എന്ന അഹങ്കാരം ഉണ്ടായിട്ടുള്ളത്. രമണ മഹർഷിയൊക്കെ പറയും, ആര് ചെന്നാലും ധ്യാനിക്കൂ, ഞാൻ ആരാണ്, ഞാൻ ആര് എന്ന് ധ്യാനത്തിലൂടെ കണ്ടുപിടിക്കൂ എന്നാണ്. അങ്ങനെ ആവുമ്പോൾ ഈ സവികൽപ്പം, സംശയത്തോട് കൂടിയിട്ടുള്ള ദ്വന്ദ്വഭാവനയോട് കൂടിയിട്ടുള്ള ആ ബുദ്ധി പോയി മറയും. അതിൻ്റെ ഉള്ളിൽ നിർവികൽപ്പമായിട്ടുള്ള ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ആ ഉറപ്പ് തെളിയും. അതാണ് ഇവിടെ പറയണത്. നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഭഗവത് ചൈതന്യം നമ്മളിലൊക്കെ പ്രകാശിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ മറച്ചുകൊണ്ട് അഹങ്കാരം, സവികൽപ്പം വന്നതാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് 3 ഗുണങ്ങളോടും കൂടിയിട്ടുള്ള മഹത്തത്വം, സത്വഗുണം കൂടുതലായിട്ട് നിർവികൽപ്പമായ അഹംബോധത്തെയും, തമസ് കൂടുതലായിട്ട് സവികൽപ്പമായിട്ടുള്ള അഹങ്കാരത്തെയും സൃഷ്ടിച്ചു എന്നാണ്. സൃഷ്ടി ഇങ്ങനെ തുടരുകയാണ്. ഈ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹം ഇതി ഉദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപ്പബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണു ഭവത് പ്രേരണാത്. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.